ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. അപ്പോൾ ഇത് നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലാണ്. അപ്പോൾ ഈ ചാനലിൽ നമ്മൾ ഡെയിലി CPR സ്റ്റോക്സ് എന്ന് പറഞ്ഞ് കുറച്ച് സ്റ്റോക്സുകളെ ലിസ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്സുകളിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ CPR എന്ന് വെച്ചാൽ സെൻട്രൽ പിവോട്ട് റേഞ്ചാണ്. അതായത് നമ്മളിപ്പോൾ ചാർട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൽ CPR ഉണ്ട്. അപ്പോൾ CPR ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 ലൈൻസ് ഇതേപോലെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ സെൻട്രലുള്ള ലൈനെ നമ്മൾ പിവോട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ സെൻട്രൽ പിവോട്ട് ലെവൽ, ഇതിൽ ടോപ്പ് പിവോട്ട് ലെവൽ, ഇത് ബോട്ടം പിവോട്ട് ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു CPR സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഈ 3 ലെവൽസും ഒരുമിച്ച് ഒറ്റ ലൈനായിട്ട് മാറും. അപ്പോൾ അതിനെയാണ് നമ്മൾ നാരോ CPR എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്ന സ്റ്റോക്സുകളൊക്കെ നാരോ CPR ആണ്. അപ്പോൾ നാരോ CPRൽ വരുന്ന സ്റ്റോക്സുകളിൽ നല്ലൊരു മൂവ്മെൻറ്റ് ആ ഒരു ദിവസം വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒക്ടോബർ 3 കൊടുത്ത സ്റ്റോക്സുകളാണ് ഇത്തരം സ്റ്റോക്സുകൾ. CPR എന്ന് പറഞ്ഞാൽ നാരോ CPR സ്റ്റോക്സുകൾ. അപ്പോൾ ഈ ഒക്ടോബർ 3 ഈ സ്റ്റോക്സുകളിലെ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് ഭാരതി എയർടെലാണ്. അപ്പോൾ മനസ്സിലായി, ഭാരതി എയർടെൽ ആ ഒരു ദിവസം, അതായത് ഒക്ടോബർ 3 നമുക്ക് നാരോ CPR ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ഭാരതി എയർടെലിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഭാരതി എയർടെലിൽ ഉണ്ടോ 3 CPR കൂടി ഒരുമിച്ച് നാരോ CPR ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നാരോ CPR ആയിരുന്നില്ല, പക്ഷേ 3 നാരോ CPR ആയിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏതൊക്കെ സ്റ്റോക്സുകളാണ് നാരോ CPR എന്ന് ഇവിടെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ സ്റ്റോക്സ് ലിസ്റ്റ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് ട്രേഡ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി നാരോ CPR വന്നിട്ടുണ്ടെന്ന്. ഇനി ഇവിടെ നമുക്ക് നോക്കാം, ആ ഒരു ദിവസം ആ ഒരു സ്റ്റോക്സിന് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഇവിടെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, ഭാരതി എയർടെൽ ഇവിടെ ഓപ്പൺ ചെയ്തു, അതിനുശേഷം ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു, ഉണ്ടോ ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു, 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഉണ്ടോ നല്ല രീതിയിൽ അപ്പ് സൈഡ് പോയി ആ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം. നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് ബൈ എടുത്തിട്ട് ഈ ഒരു ലെവൽസിന് താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഉണ്ടാൽ മതി. അതായത് ഇവിടെ ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലെവൽസിന് താഴെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാൽ മതി. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്സ് ഏതാണെന്ന് നോക്കാം. അടുത്ത സ്റ്റോക്ക് കോൺകോർ ആണ്. ഇപ്പോൾ കോൺകോർ നമുക്കിവിടെ കാണാൻ സാധിക്കും നാരോ CPR ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ട് ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തു, ആ ലെവലിൽ CPR നാരോ CPR ടച്ച് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്തു, വീണ്ടും ഇവിടെ റീടെസ്റ്റ് ചെയ്തു. ഉണ്ടോ ഈ റീടെസ്റ്റ് ചെയ്ത് വരുന്ന എൻട്രി നല്ലൊരു എൻട്രിയാണ്. ഉണ്ടോ അവിടെ നിന്ന് നല്ല രീതിയിൽ അപ്പ് സൈഡ് പോയി കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസം ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്സിന് ആ ഒരു നാരോ CPR ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു അപ്പ് ട്രെൻഡോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് മൂവ് കാണാറുണ്ട്. ഇനി അടുത്ത സ്റ്റോക്സ് ഏതാ നോക്കാം. അടുത്ത DVS ലാബാണ്. നമുക്ക് എല്ലാ സ്റ്റോക്സ് നോക്കണമെന്നില്ല, ജസ്റ്റ് 3-4 സ്റ്റോക്സുകൾ നമ്മുടെ ഫേവറേറ്റ് ഉള്ള സ്റ്റോക്കുകൾ ഈ ലിസ്റ്റിലുണ്ടെങ്കിൽ അത് 3-4 സ്റ്റോക്സുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ആ സ്റ്റോക്സിൽ വാച്ച് ചെയ്താൽ മതി. ഇപ്പോൾ DVS ലാബ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു എൻട്രി ഇല്ല, നമുക്ക് ജസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ ഇവിടെ നിന്ന് ടച്ച് ചെയ്ത് ഇവിടെ നിന്ന് റിവേഴ്സ് വരുമ്പോഴാണ് നമുക്ക് എൻട്രി ഉള്ളത്. അപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് അവോയ്ഡ് ചെയ്യാം. അടുത്ത് HCL ടെക് ആണ്. HCL ടെക് നമുക്കിവിടെ കാണാൻ സാധിക്കും, അതൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്യുക, നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്യുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതായത് ലെവൽസ് ടച്ച് ചെയ്ത് ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് താഴെയാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തുണ്ടോ, അവിടെ നമുക്ക് സെല്ലാണ്. വീണ്ടും മാർക്കറ്റ് തിരിച്ച് കയറി അവർ റീടെസ്റ്റ് ചെയ്താണ് കണ്ടോ, അവിടെ നിന്ന് താഴെ വന്നു, വീണ്ടും എക്സാക്റ്റ് കണ്ടോ ആ നാരോ CPR ലെവലിൽ ടച്ച് ചെയ്തു മാർക്കറ്റ് താഴെ കയറാണ് ചെയ്തത്. ഇനി ഇവിടുന്ന് ഇപ്പോൾ ബ്രേക്ക് ഔട്ട് നല്ല രീതിയിൽ ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ബൈ ആണ്. അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എൻട്രി നമ്മൾ സാധാരണ എടുക്കാറില്ല, മോർണിംഗിൽ വരുന്ന എൻട്രിയാണ് നമ്മൾ സാധാരണ എടുക്കാറ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു ബൈലി ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട്, കാരണം നാരോ CPR ബ്രേക്ക് ഔട്ട് ചെയ്ത് 5 മിനിറ്റിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഇവിടെ ഒരു റീടെസ്റ്റ് പോലെ വന്നിട്ട് തിരിച്ച് കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ അപ്പ് സൈഡിൽ പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കിവിടെ HCL ടെക്നോളജിയിൽ നമുക്ക് സെല്ലാണ് വന്നിട്ടുണ്ട്. ഈ ഒരു ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ സെല്ലാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റോക്സ് നോക്കാം. HDFC AMC ആണ്. HDFC AMC നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ, ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. ഇവിടെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കണ്ടോ, ഇവിടെ താഴേക്ക് വന്നു കണ്ടോ, ഇവിടെ നമ്മൾ ലെവൽ ടച്ച് ചെയ്തു മുകളിൽ കയറി കണ്ടോ, വീണ്ടും റീടെസ്റ്റ് ചെയ്തു നല്ല രീതിയിൽ അപ്പ് സൈഡ് പോയിട്ടുണ്ടോ. എക്സാര ലെവലിൽ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് കയറി പോയിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റോക്സ് നോക്കാം. അടുത്തത് ജൂബിലി ഫുഡാണ്.
ജൂബിലി ഫുഡ് നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ. മാർക്കറ്റ് ആ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ടാണ് ക്യാനിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കണ്ടോ. 5 മിനിറ്റ് വലിയൊരു ക്യാനിലാണ്. അതിനുശേഷം മാർക്കറ്റ് കുറച്ച് താഴേക്ക് വന്നു, വീണ്ടും കയറിപ്പോയി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ലെവലിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറുമ്പോൾ എൻട്രി എടുത്താൽ മതി. ആ ലെവൽസിന് താഴേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ല കണ്ടോ. അപ്പോൾ അത് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. പിന്നെ അടുത്ത TVS മോട്ടറാണ്. ഇപ്പോൾ TVS മോട്ടർ കണ്ടോ നല്ല രീതിയിൽ മാർക്കറ്റ് ആ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് താഴേക്ക് വന്നു. അപ്പോൾ വലിയൊരു ക്യാൻഡിലായതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ആ ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം മാർക്കറ്റിന് തിരിച്ച് കയറി ഈ ലെവലിൽ ടച്ച് ചെയ്ത് അവിടെ നിന്ന് സെല്ല് വരാനെങ്കിൽ നമുക്ക് സെല്ലെടുക്കാമായിരുന്നു. പക്ഷേ ഇത് ക്ലോസിങ് ടൈമിലാണ് സെല്ല് വന്നിരിക്കുന്നത് കണ്ടോ. ഇവിടെ ഇപ്പോൾ സെല്ലാണ്. അടുത്ത ദിവസങ്ങളിൽ താഴെ വരുന്നു വിചാരിക്കാം, നോക്കാം. അപ്പോൾ സാധാരണ ക്ലോസിങ് ടൈമിൽ നമ്മൾ എൻട്രി എടുക്കാറില്ല. പക്ഷേ മാർക്കറ്റ് മോർണിംഗ് തന്നെ ഈ ഒരു ലെവലിലേക്ക് തിരിച്ച് കയറി ഇവിടെ നിന്ന് സെല്ല് വരാമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. ഇനി അടുത്ത സ്റ്റോക്ക് നോക്കാം. അടുത്ത ലാസ്റ്റായിട്ട് വോൾട്ടാസാണ്. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റോക്സും ഒരേ സമയം വാച്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു 3-4 സ്റ്റോക്സ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്തിട്ട് ആ സ്റ്റോക്സ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു ബൈ വന്നു കണ്ടോ. ഇവിടെ ഓപ്പൺ ചെയ്തു, ബൈ വന്നു, ഇവിടെ റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറി ഇവിടെയാണ് സെല്ല് വന്നു കണ്ടോ. വീണ്ടും സെല്ല് വന്നു, വീണ്ടും കണ്ടോ ഇവിടെ ടെസ്റ്റ് ചെയ്ത് താഴേക്ക് വന്നു കണ്ടോ. ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു, ഇപ്പോൾ ബൈ ആയി കണ്ടോ. അപ്പോൾ ആ ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പ് സൈഡും, താഴേക്കാണെങ്കിൽ ഡൗൺ സൈഡ് ആയിരിക്കും. എന്തായാലും നമുക്ക് വൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് CPR നാരോ സ്റ്റോക്സുകൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുമ്പ് തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഏതൊക്കെ സ്റ്റോക്സുകളാണ് നാരോ CPRൽ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെയിലി ഈ ലിസ്റ്റ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ലെവൽസ് വെച്ച് ട്രേഡ് ചെയ്യുന്നത്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്സിൽ വെച്ചിട്ട് ട്രേഡ് ചെയ്യാമെന്ന്. വളരെ സിമ്പിളാണ്. അപ്പോൾ സാധാരണയായിട്ട് ഇതാണ് CPR ഇൻഡിക്കേറ്റർ. അപ്പോൾ ഒരുപാട് പേര് CPR ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ CPRൽ തന്നെ വരുന്ന ഒരു സെക്ഷനാണ് നാരോ CPR. അത് ഈ 3 ലെവൽസും ഒരുമിച്ച് ഒറ്റ ലൈനായി മാറും ഇതുപോലെ. അപ്പോൾ അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിൽ വൺ സൈഡ് മൂവ്മെൻറ്റിന് ചാൻസ് വളരെ കൂടുതലാണ്. ഒന്നുമില്ലെങ്കിൽ അപ്പ് സൈഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡ്. അപ്പോൾ നമ്മൾ ഈ ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്പോർട്ടിങ്ങിന് വേണ്ടി വേറെ ഇൻഡിക്കേറ്റേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് 5 മിനിറ്റ് ക്യാനിലെ ക്ലോസ് ആണ് കൺഫർമേഷൻ ആയിട്ട് എടുക്കുന്നത്. മോളിൽ ക്ലോസ് ചെയ്ത് നല്ല രീതിയിൽ ബുള്ളിഷ് ക്യാനിൽ മോളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈയും, നല്ല രീതിയിൽ റെഡ് ക്യാനിൽ താഴെ ക്ലോസ് ചെയ്തതിന് സെല്ലും, അതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കുറച്ച് ദിവസങ്ങളിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇൻട്രാഡേക്ക് നല്ല സ്റ്റോക്സുകൾ സെലക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ് നാരോ CPR സ്റ്റോക്സ്. ഓക്കെ, അപ്പോൾ വേറെ സ്കാനേഴ്സൊന്നും ഞാൻ നിലവിൽ കണ്ടിട്ടില്ല. വേറെ വെബ്സൈറ്റിലൊന്നും നമുക്ക് കിട്ടുന്നതല്ല നാരോ CPR സ്റ്റോക്സുകൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാനലിൽ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.